ഇ കൊമേഴ്സിൻ്റെ ഒരു വാസ്റ്റ് ഓഷ്യനാണത്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്കതൊന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെസ് റെഗുലർ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ലിമിറ്റേഷൻസ് ധാരാളമുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള സമയം, അതിൻ്റെ ക്രെഡിറ്റ് ടൈം, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഇവിടെ അത് വരുന്നില്ല. ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് മാത്രമല്ല, ആമസോണിൽ നിങ്ങൾക്ക് കേരളം അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മാത്രമായിട്ടുള്ള അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഇത്ര മണിക്കൂറിനുള്ളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട്. ആ ഭാഗത്തുള്ള ആൾക്കാരെയാണ് കൂടുതൽ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും സെയിൽസേ കിട്ടുള്ളൂ. അവിടെയാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാരുടെ റോൾ വരുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ സജസ്റ്റ് ചെയ്യും നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലാണ് ഈ പ്രൊഡക്റ്റ് വെക്കേണ്ടത്. ആമസോണിൻ്റെ വെയർ ഹൗസിൽ, അതായത് ഫുൾഫിൽ ബൈ ആമസോൺ എന്നുള്ള ഇത് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളതിൽ ട്രെൻഡ് കാണുകയാണ്, നോർത്ത് ഇന്ത്യയിലെ ഒരു പെർട്ടിക്കുലർ ഭാഗത്തു നിന്ന് എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷേ കൺവേർഷൻ ആവുന്നില്ല. കാരണം അത് നോക്കുമ്പോൾ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ ഈ 5 ദിവസം കാണിക്കുമ്പോൾ തന്നെ വേറെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്, അയാൾ അത് മേടിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ ആമസോൺ തന്നെ അങ്ങനത്തെ പ്രൊഡക്റ്റുകളെ കാണിച്ചു തുടങ്ങുകയുള്ളൂ. അവിടെയാണ് ഞങ്ങളുടെ അഡ്വൈസ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫുൾഫിൽമെൻറ്റ് സെൻറ്ററിൽ പ്രൊഡക്റ്റ് വെക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവും. അപ്പം ആ ഏരിയയിലത്തെ സെയിൽസ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം സൗത്ത് ടാർഗറ്റ് ചെയ്തു, പിന്നെ വെസ്റ്റിൽ അല്ലെങ്കിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ നോർത്തിൽ ഏതാണോ ഐഡിയൽ ആയിട്ടുള്ള ആ ഭാഗത്ത് നമ്മുടെ ഒരു ഫുൾഫിൽമെൻറ്റ് സെൻറ്റർ തുടങ്ങുന്നു. ഞങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 6 മാസം കൊണ്ട് പാൻ ഇന്ത്യ എല്ലായിടത്തും, അതായത് ആദ്യം 6 സ്റ്റേറ്റുകളിൽ, കേരളത്തിൻ്റെ പുറത്ത് 6 സ്റ്റേറ്റ്, ഇപ്പം 24 സ്റ്റേറ്റിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഓഫ്ലൈൻ മാർക്കറ്റും കൂടും. അപ്പോൾ നാച്ചുറലി എന്താ വെച്ചാൽ ഇത് ഓൺലൈൻ കാണുമ്പോൾ എൻക്വയറീസ് വരും, അവരുടെ ഓഫ്ലൈൻ മാർക്കറ്റും കൂടും. നിങ്ങളുടെ ബ്രാൻഡിനെ ഓൾ ഓവർ ഇന്ത്യ എത്തിക്കണമെങ്കിൽ ഇ കൊമേഴ്സാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇത്. എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗ്ലോബലാണ്. അതും ഇതിൽ പോസിബിളാണ്.